മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മറുപടി നൽകിയിരിക്കുകയാണ്. തെറ്റായ കാരണങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പയ്യന്നൂരിലെ LDF ജാഥയ്ക്ക് നിരവധി പേരാണ് എത്തിയതെന്നും എന്നിട്ടും ജാഥയിൽ ആളുകൾ ഉണ്ടായില്ല എന്നതടക്കം പ്രചരിപ്പിച്ചു എന്നാണ് രാഗേഷ് പറയുന്നത്. രാഗേഷിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ലേബലാണ്. അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇടത് നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും. അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി CPM വിരുദ്ധരാണ്. ആ CPM വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുക. ആ പുസ്തകത്തിലുടനീളം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക. TA മസൂദൻ എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. ഇപ്പൊ പാർട്ടിയുടെ കരിവള്ളൂർ ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ്. ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KP സഹദേവനും അതുപോലെ തന്നെ B നാരായണൻ, C കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള KP സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ഞാനും അതിലുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ ഈ സാധാരണ 3 ടേമായിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം. അപ്പോൾ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം. നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കാം. പക്ഷെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി തന്നെ നിലനിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും. ആ പേര് പറയുന്നതിന് മുമ്പേ TA മസൂദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. അപ്പോൾ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേരവിടെ നിർദ്ദേശിച്ചത്. നിങ്ങൾ നോക്കൂ, എത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ TA മസൂദൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ കണക്കല്ല പ്രശ്നം. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നതല്ല പ്രശ്നം. ധനരാജിന്റെ രക്തസാക്ഷിത്വമല്ല പ്രശ്നം. ആ കുടുംബമല്ല പ്രശ്നം. ഇങ്ങനെ വിവാദമുണ്ടാക്കിയിട്ട് ധനരാജിനെ കൊലപ്പെടുത്തിയ RSSകാർ രക്ഷപ്പെടുന്നുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം എന്താ? TA മസൂദൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോടുള്ള പക നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ആ പുസ്തകം എന്ന് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. സംഭവിച്ചിരിക്കുന്ന എന്താ? മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ച കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല. ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അക്ഷരം പ്രതി അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഏരിയ കമ്മിറ്റി 3 പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു. ആ 3 പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള 3 ഏരിയ പേരാണ്. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ്. ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി. ഓഡിറ്റർമാർ അതിന്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, ഓരോ റെസീറ്റും ഓരോ വൗച്ചറും വെച്ച് പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാർ തയ്യാറാക്കിയ ഒരു കണക്ക്, ആ കണക്ക് പാർട്ടിക്ക് മുമ്പിൽ വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു.
92 ലക്ഷം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്, ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവനാവിലാസം മാത്രമാണത്. അല്ല, അതായത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ചോദ്യമല്ല, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞെന്താ? മാധ്യമങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്കല്ല, ഞാൻ 2 ചാനലുകളുടെ പേരെടുത്തിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോൾ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. വ്യക്തിപരമായിട്ടല്ല. നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോൾ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളുമുണ്ട്, അവർക്ക് ഈ സംശയമുണ്ട് ഈ ഫണ്ടിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ചാനലുകളോട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ അത് നിങ്ങൾ പറയും. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഇത് പറയില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞോ? ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമില്ല, ഇത് പാർട്ടി പിരിച്ച ഫണ്ടാണ്, പാർട്ടിക്കകത്ത് തീർപ്പാക്കിയതാണ്, പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചാണ്, പൊതുജനങ്ങളോട് പറയേണ്ടതില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയില്ല. നിങ്ങൾ എടുത്തു നോക്കണം, ഒന്നുകൂടി നിങ്ങൾ കാണണം. എടുത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ പാർട്ടി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ച് അംഗീകരിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ച വാക്കാണ്. സാധാരണ നിലയിൽ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ജനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും. ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാത്. ആവശ്യപ്പെട്ടാൽ വേണമെങ്കിലും കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ പറയാം. ഇതില് ധൻരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന്, രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്ന്. ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാനീ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കേണ്ടത്. പരിശോധിച്ചിട്ട് 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാർ പരിശോധിച്ച
കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാനിത് ഇത്രയും പറയാൻ കാരണം, വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിനുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ അത് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റുമോ? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണയുണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോവാണ്. ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും, പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും, പാർട്ടി അനുഭാവികളുണ്ടാവും, പാർട്ടിയുമായി ബന്ധമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതികരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതികരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പൊ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി MD ജയരാജൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ആരും അപഹരിച്ചിട്ടില്ല. ബന്ധുക്കൾക്ക് ഫണ്ട് നൽകിയതും വീട് നിർമ്മിച്ചതും കേസിന് വേണ്ടി ചെലവഴിച്ചതും ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളല്ല, ബഹുജനങ്ങളാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വൊക്കാബുലറിയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ബഹുജനങ്ങളാണ്. അല്ലാതെ പൊതുജനങ്ങൾ എന്നല്ല വാക്ക്, ബഹുജനങ്ങളാണ്. അത് അറിയാം, രണ്ടും രണ്ടാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പൊ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പം ഇപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കുന്ന ഏഷ്യാൻ ന്യൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോകാനല്ലല്ലോ, ജനങ്ങളിലേക്ക് പോകാനാണ്. അപ്പോ സെക്രട്ടറി പറയുന്നു, നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗമല്ല, പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല, അതിന്റെ നിങ്ങൾ ഉത്തമ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതെങ്ങനെയാണ് യോജിച്ചു പോകുക? അല്ല, അതില് ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അർത്ഥമില്ലല്ലോ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനെയാണ്. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനെറ്റ് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. CPM ഒരു യോഗം വിളിച്ചാൽ അതിൽ CPM അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ കണക്കുമായി ബന്ധപ്പെട്ട അതിർത്ത് അല്ലെങ്കിൽ സംശയങ്ങളുള്ള കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും ഒക്കെ ഉണ്ടാവും. അവരിത് അറിയണത് എന്താ? കോൺഗ്രസ്സുകാരനെ ഞങ്ങൾ ഇതിനെ ബോധ്യപ്പെടുന്നത് പോനാരാ? എന്തിനെ? ഞങ്ങൾ അവരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരുടെ പൈസ പിരിച്ചിട്ടില്ല. ധനരാജിന്റെ സാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നാണ്.
ആര് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളല്ല ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബി കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പോ പാർട്ടിയുടെ ജാഥ നടന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് ആ കുടുംബത്തിന് നൽകിയതിനകത്ത് ആ കുടുംബത്തെ ആദ്യം സഹായിച്ചു. ആ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതിൽ പോലും കൃത്രിമമുണ്ടെന്നും ആ ഫണ്ടിൽ ബാക്കിയുള്ളത് കുറച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് മാറ്റിവെച്ചു, കുറച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ ഒരു നേതാവ്, ഞങ്ങളുടെ പുറത്തുള്ള ആളുകൾ മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, താങ്കളുടെ ജില്ലാ കമ്മിറ്റിയിൽ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ബി കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹമാണ് എക്സ് ആകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അത് മാധ്യമങ്ങളുടെ പ്രചാരണമില്ലല്ലോ. അല്ല, ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം. പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ബി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, ബി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷമാണ്. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിനോ? അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് വകമാറി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ടി.എ. മസൂദിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാളെ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? ബി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ ബി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു.
ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, അതിനപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. രക്തസാക്ഷി ഫണ്ടില് തിരിമറി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വക മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധമാണ് പാർട്ടിക്ക്. അതായത് ഈ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം, ഒരു സപ്പോസ് മാത്രം പറയാം. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ കുടുംബ സഹായത്തിന് വേണ്ടി മാത്രം പിരിച്ച ഫണ്ടല്ല അത്. പാർട്ടിക്കകത്ത് കൃത്യമായി പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് ഫണ്ട് ശേഖരിക്കുന്നത്. പാർട്ടി മെമ്പർമാരോട് പറഞ്ഞ കാര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബ സഹായം,